അർത്ഥപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിലേക്ക് സ്വാഗതം. തന്മയിൽ ഇന്ന് കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി EJ. സ്ത്രീ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി സംസാരിക്കുന്ന തന്മയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കളിപ്പാട്ടം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുട്ടികളുടെ കളികളുടെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. കുഞ്ഞുങ്ങൾക്ക് പലതരം ടോയ്സ് വാങ്ങി കൊടുക്കാത്തവർ ഇല്ല അല്ലേ? പലപ്പോഴും 5 വയസ്സ് ആകുമ്പോഴേക്കും വളരെ വലിയൊരു തുക കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി നാം അറിയാതെ ചെലവഴിച്ചു പോകാറുണ്ട്. ബേബി ഷോപ്സും ഇന്ന് വളരെ കൂടുതലാണ്. നമ്മുടെ സമൂഹം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യവും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി നാം എത്രയും നേരത്തെ തങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യണം എന്ന പാരൻസിൻ്റെ ആഗ്രഹമൊക്കെ ഇതിന് പുറകിലുണ്ടാവും. ശരിക്കും ഇത്രയും വലിയൊരു കളിപ്പാട്ട ശേഖരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അന്നത്തെ എക്സൈറ്റ്മെൻറ്റിനും അപ്പോഴത്തെ ചെറിയ സന്തോഷങ്ങളും മാത്രം കണക്കാക്കി ഒരുപാട് കളിപ്പാട്ടം വാങ്ങി കൂട്ടരുത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ടോയ് ഇൻഡസ്ട്രി അത്രയും വലുതാണെന്ന് അപ്പോൾ കുട്ടികൾ കൈ ചൂണ്ടുന്ന എല്ലാം നമുക്ക് അവരുടെ കൈപ്പിടിയിൽ എത്തിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ കുട്ടിക്കളിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? കുട്ടികൾക്ക് സമയം കളയാനുള്ള ഒരു ഉപാധി മാത്രമല്ല അവരുടെ കളികൾ. പാരൻസിന് ഫ്രീ ആവാനുള്ള ഒരു സമയം കിട്ടാനുള്ള സമയവും അല്ല. അപ്പോൾ അവരുടെ കളികളാണ് അവരുടെ ശാരീരിക ക്ഷമത, മാനസിക വികാസം, വൈകാരിക വികാസം, ആത്മവിശ്വാസം, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്, തിരഞ്ഞെടുക്കാനുള്ള കഴിവ്, വിട്ടുവീഴ്ച ചെയ്യാനുള്ള കഴിവ്, കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള കഴിവ്, ഇങ്ങനെ ഇവയ്ക്കെല്ലാം അടിത്തറപ്പാകുന്നത്. അതുകൊണ്ട് അവരുടെ കളികളെ നമ്മൾ വെറും കുട്ടിക്കളികളായി കണ്ട് അവഗണിക്കരുത്. ഭാവിയിലെ അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതൊക്കെ എല്ലാം ചെറുപ്പത്തിലെ അവരുടെ കളികളും തീരുമാനങ്ങളുമാണ്. ആകെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ 70% നടക്കുന്നത് ആദ്യ 3 വർഷങ്ങളിലാണ്. അവർ എത്ര കൗതുകത്തോടെയാണ് ലോകത്തെ നോക്കുന്നത് എന്ന് നാം കണ്ടിട്ടുണ്ട്. ആ കൗതുകമാണ് അവരുടെ പഠനത്തിന്റെ ആദ്യപടി. അത് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്തി കൂടാത്ത ഒരു കഴിവാണ്. പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹവും അതിനോടുള്ള ഇഷ്ടവും ഏത് ജീവിക്കും സ്വതവേ ഉള്ളതാണ്. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നഷ്ടപ്പെടുത്തി കളയുന്നതും കുട്ടികളിലെ ഈ 2 മൂല്യകാര്യങ്ങൾ തന്നെയാണ്. ആദ്യ മാസങ്ങളിൽ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതും പ്രകൃതിയെ, കാറ്റ്, മഞ്ഞ്, വെയിൽ, മഴ ഒക്കെ പരിചയപ്പെടുത്തുന്നതും എല്ലാം അവരുടെ തലച്ചോർ വികാസത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ കുറേ കാര്യങ്ങൾ കുഞ്ഞിനെ തനിയെ ചെയ്യാൻ വിടുക. പന്ത് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞിന് പന്ത് തട്ടിക്കൊടുക്കേണ്ട. ദിവസങ്ങൾക്കുള്ളിൽ അത് എത്തിപ്പിടിക്കാൻ അവർ സ്വയം ശ്രമിക്കും. 1-1.5 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സ് അവർക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ പാകത്തിൽ ലോ ഷെൽഫിൽ വെക്കുക. പ്ലാനിങ്, ഗോൾ സെറ്റിംഗ്, സെൽഫ് കൺട്രോൾ, കോംപ്രമൈസ് ചെയ്യാനുള്ള കഴിവ് ഒക്കെ അവർ ഇതിൽ നിന്ന് പഠിക്കും. അവർക്ക് നോക്കാൻ പാകത്തിന് കണ്ണാടി ഒരുക്കി കൊടുക്കുന്നതും ഒക്കെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ സഹായിക്കും. ഷാർലറ്റ് ഗിൽമാന്റെ ഹെയർ ലാൻഡ് എന്ന് 1915 പബ്ലിഷ് ചെയ്ത ഒരു ബുക്കുണ്ട്. അതിൻ്റെ തർജ്ജമ നമുക്ക് ലഭ്യമാണ് മലയാളത്തിൽ, അവളുടെ ലോകം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മുൻപ് ഈ പുസ്തകത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാ സ്ത്രീകളും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണത്. കാലത്തെ കടത്തിവെട്ടുന്ന റിയാലിറ്റി പറഞ്ഞു വെക്കുന്ന ഒരു പുസ്തകമാണ്. അതിൽ പുരുഷനില്ലാതെ ഒരു ലോകത്തെ അവതരിപ്പിക്കുന്നതാണ്. സ്ത്രീകൾ ഒറ്റയ്ക്ക് വളരെ ശാന്തവും ആധുനികവുമായ ഒരു സമൂഹം കെട്ടിപ്പടുത്ത ഒരു കാഴ്ചയാണ് അതിൽ മക്കളുടെ വിദ്യാഭ്യാസത്തെപ്പറ്റി, മക്കളുടെ കളികളെ പറ്റിയൊക്കെ വളരെ ഉയർന്ന ചിന്താഗതികൾ അതിൽ പങ്കുവെക്കുന്നുണ്ട്. കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് അവർ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ആകാംക്ഷ പരിഹരിക്കുന്ന തരത്തിലുള്ള, ഒരിക്കലും അവർക്ക് മടുക്കാത്ത തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ അവർ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. അവളുടെ ലോകത്തിൽ ഒരു കുഞ്ഞും വിരസമായോ താല്പര്യമില്ലാതെയോ ഒന്നും ചെയ്യുന്നില്ല. അവർ അറിയാതെ അവരുടെ കളികളിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് വേണ്ട എല്ലാ അറിവുകളും അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ചെറിയ പ്രായത്തിൽ കളിപ്പാട്ടങ്ങൾ ഒരിക്കലും ബാറ്ററി പവേർഡ് ആയവ തിരഞ്ഞെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുഞ്ഞിന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതാവണം. അതായത് സ്വിച്ചിട്ട് കളിപ്പാട്ടം തുടങ്ങാൻ കാത്തിരിക്കുന്നത് ഒരു പാസീവ് മോഡിലേക്ക് കുഞ്ഞിനെ മാറ്റും. അതിനു പകരം കുഞ്ഞിന്റെ സ്വയം പ്രവൃത്തി കൊണ്ട് ഓടിത്തുടങ്ങുന്നവയും ചലിക്കുന്നതും മാത്രമാവണം ആദ്യ പ്രായത്തിലെ കളിപ്പാട്ടങ്ങൾ. രണ്ടാമത്, ടോയ്സിന്റെ എണ്ണം കുറയ്ക്കുക.
കൂടുതലുണ്ടെങ്കിൽ ഒരേ സമയം വളരെ സെലക്റ്റഡ് ആയവ മാത്രം അവർക്ക് നൽകുക. അവർക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിൽ വളരെ വൃത്തിയായിട്ട് അത് താഴെ ഒരു ഷെൽഫിൽ അടുക്കി വെക്കാൻ ശ്രമിക്കുക. ഒരുപാട് ടോയ്സ് കൂടിക്കിടക്കുന്നതും ഒന്ന് തിരഞ്ഞെടുക്കാനാവാതെ വരുന്നതും എല്ലാം കുഞ്ഞിന്റെ സ്ട്രെസ് ലെവൽ കൂട്ടും. നമുക്കും അതങ്ങനെ തന്നെയാണ്. വളരെ അലങ്കോലമായി കിടക്കുന്ന റൂമിലിരുന്ന് നമുക്ക് വൃത്തിയായിട്ടൊരു കാര്യം ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല. വളരെ ഓർഡറിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്താൽ കൂടുതൽ മനസ്സമാധാനത്തോടെ ജോലി ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ കുഞ്ഞിനും എടുത്ത സ്ഥാനത്ത് തന്നെ കളിപ്പാട്ടം തിരിച്ചു വെക്കുന്നതും വളരെ കുറച്ചെണ്ണത്തിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പണ്ട് പല തറവാടുകളിലും മരത്തിൽ നിർമ്മിച്ച കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കുതിരകളും വണ്ടികളും ഒക്കെ ആയിട്ട്. അത് തലമുറകളായി കൈമാറി വരുന്നതാണ്. മുത്തച്ഛൻ കളിക്കുന്നതും അച്ഛൻ കളിക്കുന്നതും കുഞ്ഞ് കളിക്കുന്നതും ഒക്കെ ഒരേ കളിപ്പാട്ടം. അത് വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് അല്ലേ. അപ്പോൾ മരത്തിൽ നിർമ്മിച്ച കളിപ്പാട്ടങ്ങൾ വളരെ സുരക്ഷിതമാണ്. ഇന്ന് വുഡൻ ടോയ്സിന് വേണ്ടി മാത്രം ഷോപ്പുകളുണ്ട്. തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ഈ വുഡൻ ടോയ്സ് കുഞ്ഞിനെ പ്രവർത്തിപ്പിക്കാനാകുന്ന വിധത്തിലാണ് മിക്കവാറും സെറ്റ് ചെയ്യാറ്. അത് കുഞ്ഞു വായിൽ വെച്ചാലും കടിച്ചാലും ഒന്നും പ്രശ്നമില്ല. പലപ്പോഴും കളർ ചെയ്ത കളിപ്പാട്ടങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക വുഡൻ ടോയ്സ് തിരഞ്ഞെടുക്കുമ്പോൾ. ഇനി മറ്റു കളിപ്പാട്ടങ്ങളിലാണെങ്കിലും ഗ്രേഡ് കൂടിയ തരത്തിലുള്ള പ്ലാസ്റ്റിക് ഫൈബറിൽ നിർമ്മിച്ച കളിപ്പാട്ടങ്ങൾ സെലക്ട് ചെയ്യുക. വളരെ വില കുറഞ്ഞ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാകുന്നതിനേക്കാളും കുറച്ച് ഗ്രേഡ് കൂടിയ ക്വാളിറ്റി കൂടിയ കുറച്ച് കളിപ്പാട്ടങ്ങളാണ് കുഞ്ഞിനെപ്പോഴും സൗകര്യവും ആരോഗ്യകരവും. ഒരേ സമയം വളരെ കുറച്ച് കളിപ്പാട്ടങ്ങൾ കളിക്കാൻ കൊടുക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ കൂടെ കളികൾക്ക് കൂടുക. നമുക്കറിയാം പലപ്പോഴും എല്ലാ കളിപ്പാട്ടങ്ങളും ചൈനീസ് നിർമ്മിതമാണ്, നമ്മുടെ ഭൂരിഭാഗം കളിപ്പാട്ടങ്ങളും. അപ്പോൾ അവരുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് തള്ളാനുള്ള ഇടമാണ് ശരിക്കും ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു പങ്ക് നമ്മളും നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചു വെക്കാതിരിക്കുക. അപ്പോൾ ഒരു ലോക്കൽ തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ പരമാവധി കുഞ്ഞിനെ ഒഴിവാക്കുക. അത് വായിൽ വെക്കുന്നതും ഒരുപാട് കടിക്കുന്നതും അതിലെ കളറ് ഉള്ളിൽ പോകുന്നതും എല്ലാം കുഞ്ഞിന് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സ്കിൻ ഡിസീസ് പോലെയുള്ള കാര്യങ്ങൾ, അലർജി, ആസ്മ പോലുള്ള കാര്യങ്ങളിലൊക്കെ കളിപ്പാട്ടം വഹിക്കുന്ന ഒരു പങ്കും പറ്റിയും ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. പലപ്പോഴും ഇത് ഡിസ്പോസ് ചെയ്യുന്ന കാര്യത്തിലും നമ്മൾ ശ്രദ്ധാലുക്കളാവണം. ഒരു പ്രായം കഴിഞ്ഞാൽ കുഞ്ഞ് ഉപേക്ഷിക്കുന്ന കളിപ്പാട്ടങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ഡിസ്പോസ് ചെയ്യാനും അത് അവിടെ ഇവിടെ അലക്ഷ്യമായി വലിച്ചെറിയാതെയൊക്കെ ശ്രദ്ധിക്കുന്നതെല്ലാം നമ്മുടെ ഒരു പാരന്റിങ്, നമ്മുടെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെയും നമ്മുടെ അത് കാണുന്ന കുഞ്ഞിന്റെയും ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ കളികളെ കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓരോ കുഞ്ഞിന്റെയും കളിക്കുന്ന സ്റ്റൈല് വ്യത്യാസമായിരിക്കും. അപ്പോൾ ആൺകുട്ടി കളിക്കുന്ന പോലെ ആയിരിക്കില്ല പെൺകുട്ടികൾ കളിക്കുന്നത്. അപ്പോൾ മറ്റുള്ള കുട്ടികൾ കളിക്കുന്ന അതേ മോഡലിൽ അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളും ചെയ്യണം എന്നുള്ള വാശി ഒഴിവാക്കുക. അത് വെച്ചൊന്നും അല്ല ഒരിക്കലും കുഞ്ഞുങ്ങളെ അളക്കേണ്ടത്. എപ്പോഴും നമ്മൾ പേരൻസ് അമിത പ്രതീക്ഷ ഒരു ജനിക്കുമ്പോൾ മുതൽ കുഞ്ഞുങ്ങളുടെ ഒരു തലയിലേക്ക് അടിച്ചു വെക്കാറുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷകളോടെയല്ല കുഞ്ഞുങ്ങളുടെ കളികളെ എപ്പോഴും നോക്കേണ്ടത്. കൗതുകത്തോടെ മാത്രം കുഞ്ഞിനെ നിരീക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇന്ന വയസ്സിൽ ഇന്നത് ചെയ്യണം, ഇന്ന വയസ്സിൽ ഇത്ര ചെയ്യണം എന്നുള്ള പ്രതീക്ഷകൾ മാറ്റിവെക്കുക. ഓരോ കുഞ്ഞിനും വളരാൻ ഓരോ സ്റ്റൈലുണ്ട്. ആ ഒരു സ്റ്റൈലിൽ അവർ വളരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. കാരണം നമ്മളെക്കാളും ഒരു തലമുറ കൂടി, ഒരു പടി കൂടി ഉയർന്ന തലച്ചോറിനുടമയാണ് അവർ. അവരെ കമ്പയർ ചെയ്യാൻ നമ്മൾ ആരും അല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ കുഞ്ഞുങ്ങളുടെ കൂടെ സമയമുണ്ടാക്കി 1-2 മണിക്കൂർ പാരൻസും കളിക്കാൻ കൂടുക എന്നുള്ളതും വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയിലെത്തി കളിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളെ ചെറുതാക്കിയല്ല, നമ്മളെ ഒന്നുകൂടെ മാനസികമായി ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ കുഞ്ഞുങ്ങളും അത് കുഞ്ഞും അച്ഛനും അമ്മയും തമ്മിലുള്ള അടുപ്പം, കുഞ്ഞിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഒക്കെ കൂട്ടാൻ ഒരുമിച്ചിരുന്നുള്ള കളികൾക്ക് സാധിക്കും. ഓരോ അമ്മയും അച്ഛനും പാരന്റിങ്ങിനെ കുറച്ചുകൂടെ സീരിയസ് ആയി കാണുക. കുഞ്ഞുങ്ങളുടെ ഓരോ ചെറിയ കാര്യത്തിലും അല്പം കൂടെ ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടെ മിടുക്കരാക്കാനും കുറച്ചുകൂടെ നല്ല വ്യക്തികളാക്കാനും നാം സ്വയം കുറച്ചുകൂടെ നല്ല വ്യക്തികളായി തീരാനും നമുക്ക് സാധിക്കും. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്
ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.